ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആൻഡ് കോമൺ സെൻസ് എന്ന് പറയുന്ന മൂന്നാമത്തെ യൂണിറ്റിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ സെൻസ് അല്ലേ, സാമാന്യബോധം. അപ്പോൾ സോഷ്യോളജിയും കോമൺ സെൻസൊക്കെ തമ്മിലുള്ള ബന്ധവും വ്യത്യാസമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക, സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ്. സോഷ്യോളജിയും കോമൺ സെൻസും തമ്മിലുള്ള ബന്ധവും വ്യത്യാസമൊക്കെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സോഷ്യോളജിയും കോമൺ സെൻസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും വ്യത്യാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകളാണ് സിഗ്മണ്ട് ബൗമൻ, മറ്റൊന്ന് ടിം മേയ് അല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും എഴുതിയ ബുക്കിൻ്റെ പേരാണ് തിങ്കിങ് സോഷ്യോളജിക്കലി. അപ്പോൾ തിങ്കിങ് സോഷ്യോളജിക്കലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സിഗ്മണ്ട് ബൗമനും ടിം മേയും കോമൺ സെൻസും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധവും വ്യത്യാസമൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട വാദം സമൂഹശാസ്ത്രപരമായി ചിന്തിക്കുന്നതിന് കോമൺ സെൻസുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സോഷ്യോളജിയും കോമൺ സെൻസൊക്കെ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്നാണ് ആര് പറയുന്നത്, സിഗ്മണ്ട് ബൗമനും ടിം മേയും പറയുന്ന ഒന്നാമത്തെ കാര്യം. അതായത് സോഷ്യോളജി എന്ന വിഷയത്തെ കോമൺ സെൻസ്, അതായത് സാമാന്യബോധം സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കോമൺ സെൻസും സോഷ്യോളജിയൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും കോമൺ സെൻസ്, അതായത് നമ്മുടെ സാമാന്യബോധം സോഷ്യോളജി പഠനത്തെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഈ നാച്ചുറൽ സയൻസായ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിനേക്കാളും കൂടുതൽ കോമൺ സെൻസ് സ്വാധീനിക്കാൻ സാധ്യതയുള്ള വിഷയം ഏതാണ്, അത് സോഷ്യോളജിയാണ് എന്നാണ് സിഗ്മണ്ട് ബൗമനും ടിം മേയും പറയുന്നത്. അപ്പോൾ നാച്ചുറൽ സയൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട് സോഷ്യോളജിയെ കോമൺ സെൻസ്, അതായത് നമ്മളെ സാമാന്യബോധം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്, നമ്മളെ സോഷ്യോളജി പഠനത്തെ സാമാന്യബോധം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഈ രണ്ട് പണ്ഡിതന്മാരും പറയുന്ന ഒന്നാമത്തെ കാര്യം. മനസ്സിലായിട്ടുണ്ടല്ലോ. ഭൗതിക ശാസ്ത്രജ്ഞന്മാരെ അല്ലെങ്കിൽ രാസതന്ത്രജ്ഞന്മാരെ ഒരിക്കലും അവരുടെ സാമാന്യബോധം അവരെ ഒരിക്കലും സ്വാധീനിക്കാറില്ല. കാരണം അവർ കൈകാര്യം ചെയ്യുന്ന വിഷയം ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല, സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല നാച്ചുറൽ സയൻസ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കോമൺ സെൻസ് അല്ലേ, അവരുടെ പഠനത്തെ ഒരിക്കലും ബാധിക്കില്ല. കോമൺ സെൻസ് വെച്ച് പഠിക്കാൻ കഴിയുന്ന, കോമൺ സെൻസ് വെച്ച് വിശദീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നത്. നാച്ചുറൽ സയൻസിലുള്ള പഠനങ്ങളൊന്നും തന്നെ അങ്ങനെയല്ല. എന്നാൽ സോഷ്യോളജിസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് എന്താണ്, അയാൾ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചാണ്, ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ചാണ് സോഷ്യോളജിസ്റ്റ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യോളജിയെ കോമൺ സെൻസ്, സാമാന്യബോധം ബാധിക്കാനുള്ള സാധ്യത എന്താണ്, കൂടുതലാണ് എന്നെന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സോഷ്യോളജിയെ കോമൺ സെൻസ് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സോഷ്യോളജിസ്റ്റ് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതാനുഭവങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. എന്നാൽ നാച്ചുറൽ സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള നാച്ചുറൽ സയൻസിനെ കോമൺ സെൻസ് സ്വാധീനിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ജനങ്ങളുടെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചോ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചോ അല്ല. അതുകൊണ്ട് തന്നെ കോമൺ സെൻസ് വെച്ചിട്ട് വിശദീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഏത്, നാച്ചുറൽ സയൻസ്, അതായത് ഫിസിക്സിലും കെമിസ്ട്രിയിലൊന്നും പഠിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ സോഷ്യോളജി പഠിക്കുന്ന കാര്യങ്ങൾ ഏതൊരു സാധാരണക്കാരനും അവരുടെ കോമൺ സെൻസ് വെച്ച് വിശദീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കോമൺ സെൻസ്, സാമാന്യബോധം എപ്പോഴും എന്തിനെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്, സോഷ്യോളജി പോലുള്ള വിഷയങ്ങളെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാണ് ആര് പറയുന്നത്, ഈ ടിം മേയ് അതുപോലെ തന്നെ സിഗ്മണ്ട് ബൗമനെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത്. മനസ്സിലായോ? അത് അവർ അവരുടെ തിങ്കിങ് സോഷ്യോളജിക്കലി എന്ന് പറയുന്ന ബുക്കിൽ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ. എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക, കോമൺ സെൻസ്, സാമാന്യബോധം. അപ്പോൾ എന്താണ് സാമാന്യബോധം അല്ലെങ്കിൽ എന്താണ് കോമൺ സെൻസ് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുൻപേ പറഞ്ഞു, സോഷ്യോളജിയുമായിട്ട് കോമൺ സെൻസിന് വളരെ അടുത്ത ബന്ധമുണ്ട്. കോമൺ സെൻസ് എപ്പോഴും സോഷ്യോളജിയെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി എന്താണ് ഈ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവ്, മുൻധാരണകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സാമാന്യബോധജ്ഞാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഏതൊരു സാധാരണക്കാരനും സമൂഹത്തെക്കുറിച്ച് ചോദിച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ എന്തെങ്കിലും ഒരു അറിവ് അയാൾക്കുണ്ടാവും. ആ അറിവ് ഏതാണ്, കോമൺ സെൻസ് ആണ്. മനസ്സിലായോ?
അതായത് സമൂഹത്തെക്കുറിച്ച് ഏതൊരു സാധാരണക്കാരനോട് ചോദിച്ചാലും അയാൾക്ക് സമൂഹത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. ആ ധാരണയെ, ആ മുന്നറിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോമൺ സെൻസ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ സോഷ്യോളജി പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സമൂഹത്തെക്കുറിച്ചും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും വിവാഹത്തെപ്പറ്റിയും മതത്തെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് മുൻപേ കുറേ ധാരണകളും മുമ്പേ കുറേ അറിവുണ്ടല്ലോ. ആ അറിവ് എന്താണ്? അത് കോമൺ സെൻസ് ആണ്. അതിനെയാണ് നമ്മൾ കോമൺ സെൻസ്, സാമാന്യ ബോധം എന്ന് വിളിക്കുന്നത്. ആ അറിവ് നമുക്ക് എങ്ങനെ കിട്ടിയതാ? നമ്മളെ സ്വന്തം അനുഭവത്തിൽ നിന്നും ചുറ്റുപാടിൽ കിട്ടുന്ന അറിവാണ്, അല്ലേ? അപ്പോൾ ഈ നമ്മളെ സ്വന്തം അനുഭവത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന അറിവായതുകൊണ്ട് കോമൺ സെൻസിന് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മളെ അനുഭവം തന്നെ ആവണമെന്നില്ല മറ്റുള്ളവരുടെ അനുഭവം. ഇപ്പോൾ എന്നോട് കുടുംബത്തെ പറ്റി ചോദിച്ചാൽ എൻ്റെ കുടുംബത്തിലെ അനുഭവം നല്ലതാണെങ്കിൽ ഞാൻ കുടുംബത്തെ പറ്റി നല്ലതേ പറയുള്ളൂ. എന്നാൽ മറ്റൊരാളോട് ചോദിച്ചാൽ ചിലപ്പം കുടുംബത്തിൽ നിന്ന് മോശം അനുഭവം കിട്ടിയ ഒരാളോട് കുടുംബത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ കുടുംബത്തിൻ്റെ ദോഷങ്ങൾ, കുടുംബത്തിൻ്റെ പോരായ്മകൾ മാത്രമേ അയാൾ പറയുള്ളൂ, അല്ലേ? അപ്പോൾ സാമാന്യ ബോധത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരുടെയും അനുഭവങ്ങൾ, എല്ലാവരുടെയും ചുറ്റുപാട് ഒരുപോലെ അല്ലാത്തതുകൊണ്ട് സാമാന്യ ബോധത്തെ നമുക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റൂല? വിശ്വസിക്കാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ. ഒരു വ്യക്തിക്ക് സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവിനെ, മുൻധാരണകളെയാണ് നമ്മൾ സാമാന്യ ബോധം എന്ന് വിളിക്കുന്നത്, അല്ലേ? അത് സ്വന്തം അനുഭവത്തിൽ നിന്നും സ്വന്തം ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന അറിവാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് സാമാന്യ ബോധത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അതിന് ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല. ശാസ്ത്രീയമായിട്ട് നേടുന്ന അറിവല്ല, നമ്മളെ അനുഭവത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന അറിവ് മാത്രമാണ് എന്ത്? സാമാന്യ ബോധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ലോകത്തെക്കുറിച്ചുള്ള സാമാന്യ ബോധത്തിൻ്റെ കൃത്യത നമുക്ക് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാലേ അതിൻ്റെ പോരായ്മകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാമാന്യ ബോധം പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ ഒരിക്കലും പറ്റൂല. അതിനെ ശാസ്ത്രീയമായിട്ട് വിലയിരുത്താൻ, അതിൻ്റെ കൃത്യത മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കാൻ കഴിയും. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോൾ ശാസ്ത്രീയ രീതികൾ വെച്ചിട്ട് നമ്മൾ കോമൺ സെൻസിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളെ സാമാന്യ ബോധധാരണകൾ, അതായത് നമ്മളെ കോമൺ സെൻസ് പലതും തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലേ? അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ കോമൺ സെൻസ് അനുസരിച്ച് ദാരിദ്ര്യത്തിൻ്റെ വിശദീകരണം ഒന്ന് നോക്കുക. ഒരാൾ ദരിദ്രനാകുന്നത് അയാൾ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നത് കൊണ്ടാണ്, അയാൾ ജോലിക്ക് പോകാനും മടിയുള്ളത് കൊണ്ടാണ് അയാൾ ദരിദ്രനായത് എന്നാണ് കോമൺ സെൻസ് അനുസരിച്ച്, സാമാന്യ ബോധം അനുസരിച്ചുള്ള വിശദീകരണം, അല്ലേ? ഒരു സാധാരണക്കാരനോട് നമ്മൾ ചോദിക്കുകയാണ് അയാൾ എന്തുകൊണ്ട് ദരിദ്രനായി എന്ന് ചോദിച്ചാൽ അയാൾ ജോലിക്ക് പോകാൻ മടിയുള്ളതുകൊണ്ടാണ്, അതുപോലെ തന്നെ അയാൾ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് അയാൾ അങ്ങനെ ദരിദ്രനായി ഇരിക്കുന്നത് എന്ന് ഒരു സാധാരണക്കാരൻ്റെ ഒരു കോമൺ സെൻസ് വെച്ചുള്ള വിശദീകരണം അത്രേ ഉണ്ടാവുള്ളൂ, അല്ലേ? എന്നാൽ ഇതേ വിഷയത്തെ, ഒരാൾ ദരിദ്രനാകുന്നതിൻ്റെ കാരണം, നമ്മൾ ഇതേ വിഷയത്തെ സോഷ്യോളജിയിലെ വിശദീകരണം ഒന്ന് നോക്കുക. സോഷ്യോളജി ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ദാരിദ്ര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സോഷ്യോളജിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? സമൂഹത്തിൽ ഒരിക്കലും എല്ലാവരും തുല്യരല്ല, സമൂഹത്തിൽ അസമത്വം നിലനിൽക്കുന്നുണ്ട്, അല്ലേ? അതിന് കാരണം സമൂഹത്തിലെ വിഭവങ്ങളായ സ്വത്ത്, വരുമാനം, അതുപോലെ തന്നെ വിനോദത്തിനുള്ള അവസരങ്ങൾ, ഇങ്ങനെയുള്ള പല സമൂഹത്തിലെ വിഭവങ്ങളും എല്ലാവർക്കും തുല്യമായ രീതിയിലല്ല വിതരണം ചെയ്യുന്നത്, അല്ലേ? എല്ലാവർക്കും തുല്യമായിട്ടല്ല സാമൂഹ്യ വിഭവങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് സമൂഹത്തിൽ ജനങ്ങൾ തമ്മിൽ എന്തുണ്ട്? സാമൂഹ്യ വിഭവങ്ങൾ നന്നായിട്ട് കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ട്. സമൂഹത്തിൽ അസമത്വം നിലനിൽക്കുന്നുണ്ട്. സമൂഹത്തിൽ അസമത്വം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരാൾ ദരിദ്രനാകുന്നത് എന്നാണ് ആര് പറയാ? സോഷ്യോളജി ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ മനസ്സിലാകാം. അപ്പോൾ എന്താണ്? കോമൺ സെൻസ് അനുസരിച്ച് ഒരാൾ ദരിദ്രനാവുന്നതിൻ്റെ കാരണം എന്താണ്? അയാൾ ജോലിക്ക് പോകാൻ മടിയുള്ളത് കൊണ്ടും അയാൾ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും എന്നാണ് വിശദീകരണം ഉണ്ടാവുക. എന്നാൽ സോഷ്യോളജി ശാസ്ത്രീയ രീതിയിൽ വിശദീകരിക്കുമ്പോൾ സമൂഹത്തിൽ അസമത്വം ഉള്ളതുകൊണ്ടാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത് എന്നാണ് കണ്ടെത്തുക. അപ്പോൾ നമ്മളെ കോമൺ സെൻസിനെ തിരുത്താൻ പലപ്പോഴും സോഷ്യോളജിക്ക് കഴിയും എന്നുള്ള എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ സാമാന്യ ബോധത്തിൻ്റെ ഒരു പ്രശ്നം, അത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു അറിവായിരിക്കാം, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളും സാമാന്യബോധമായിട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ സാമാന്യബോധം നമ്മളെ ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന അറിവായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളെ ജീവിക്കുന്ന ലോകമാണ് സാമൂഹ്യ ലോകത്തെ നോക്കിക്കാണാറുള്ള ലെൻസായിട്ട് കാണുന്നത്, അല്ലേ? നമ്മൾ
നമ്മളെ ചുറ്റുപാടിൽ നിന്നും നമ്മളെ ജീവിത സാഹചര്യത്തിൽ നിന്നും ആണ് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ സാമൂഹ്യ ലോകത്തെ നോക്കിക്കാണാനുള്ള ലെൻസായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ലോകമായിട്ടാണ് നമ്മൾ ചുരുക്കി കാണുന്നത്. അപ്പോൾ ഇത് സാമാന്യ ബോധത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പരിമിതിയാണ്. നമ്മൾ ജീവിക്കുന്ന ലോകമല്ല യഥാർത്ഥ ലോകം, അല്ലേ? അതിനപ്പുറത്തേക്കൊരു ലോകമുണ്ടെന്ന് കാണിച്ചു തരാൻ സോഷ്യോളജിക്ക് കഴിയും എന്നുള്ളതാണ് സാമാന്യ ബോധത്തിൽ നിന്നും സോഷ്യോളജിയെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ജീവിക്കുന്ന ലോകമാണ് സാമൂഹ്യ ലോകത്തെ നോക്കിക്കാണാനുള്ള ലെൻസായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് സാമാന്യ ബോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതിയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. സോഷ്യോളജി സാമാന്യ ബോധം കോമൺ സെൻസ് പോലെയല്ല. സോഷ്യോളജി കോമൺ സെൻസിൽ നിന്നും വ്യത്യസ്തമാണ്. എന്താണ് സോഷ്യോളജി കോമൺ സെൻസിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പറയാൻ കാരണം? സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് സോഷ്യോളജി. സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ രീതികൾ വെച്ചുകൊണ്ടുള്ള പഠനത്തെയാണ് നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സാമൂഹ്യ ലോകത്തെക്കുറിച്ചുള്ള സാമാന്യ ബോധധാരണകളെ തിരുത്താനും സമൂഹത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് നമുക്ക് നൽകാനും ഒക്കെ ആര് സഹായിക്കും? സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം നമ്മളെ സഹായിക്കും. അപ്പോൾ സോഷ്യോളജി ശാസ്ത്രീയമായ രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് സമൂഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത്, അല്ലേ? ഉദാഹരണത്തിന് ഫീൽഡ് വർക്ക്, കേസ് സ്റ്റഡി, അതുപോലെ തന്നെ സർവേ, ഇങ്ങനെയുള്ള ധാരാളം ശാസ്ത്രീയമായ രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് സമൂഹത്തിൽ നിന്നും വിവരം ശേഖരിക്കുകയും ആ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സോഷ്യോളജി സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത്. അല്ലാതെ സ്വന്തം അനുഭവത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും അല്ല സോഷ്യോളജിസ്റ്റ് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത് എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തെയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്, അല്ലേ? സോഷ്യോളജി ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് സമൂഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതും സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതും, അല്ലേ? അപ്പോൾ ഒരു സാധാരണക്കാരിൽ നിന്നും സമൂഹശാസ്ത്രജ്ഞന് വ്യത്യസ്തനാകുന്നത് അയാൾ ശേഖരിക്കുന്ന വിവരങ്ങളുടെയും അയാൾ ശേഖരിക്കുന്ന വിവര ശേഖരണ രീതിയുടെയും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സോഷ്യോളജിസ്റ്റ് വിവരം ശേഖരിക്കുന്നത് ഒരു സാധാരണക്കാരന് സമൂഹത്തെക്കുറിച്ച് വിവരം ശേഖരിക്കുന്ന പോലല്ല. സാധാരണക്കാരന് സ്വന്തം ചുറ്റുപാടിനും സ്വന്തം അനുഭവത്തിൽ നിന്നും വിവരം ശേഖരിക്കുമ്പോൾ സോഷ്യോളജിസ്റ്റ് ശാസ്ത്രീയ രീതികൾ വെച്ചുകൊണ്ടാണ് സമൂഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത്. സോഷ്യോളജിസ്റ്റ് ശേഖരിക്കുന്ന വിവരങ്ങളല്ല കോമൺ സെൻസിലൂടെ കിട്ടുന്ന വിവരങ്ങൾ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നെന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോഷ്യോളജി സമൂഹത്തെക്കുറിച്ച് സത്യസന്ധമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമാണ് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത്. അത് കോമൺ സെൻസിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ് എന്നുകൂടി എന്ത് ചെയ്യുക, ഓർക്കുക. ക്ലിയർ ആണല്ലോ? ഇനി സോഷ്യോളജിയും കോമൺ സെൻസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വ്യത്യാസം, ഒരു വ്യക്തിക്ക് സമൂഹത്തെക്കുറിച്ചുള്ള മുൻധാരണയെയാണ് നമ്മൾ സാമാന്യ ബോധം കോമൺ സെൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവാണ് കോമൺ സെൻസ്. എന്നാൽ സോഷ്യോളജി സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ കോമൺ സെൻസ് സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവും മുൻധാരണകൾ മാത്രമാണ്, എന്നാൽ സോഷ്യോളജി സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് എന്നാണ് ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തത്, കോമൺ സെൻസ് സ്വന്തം അനുഭവത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന അറിവാണ്. സ്വന്തം അനുഭവത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന അറിവ് മാത്രമാണ് കോമൺ സെൻസ്. എന്നാൽ സോഷ്യോളജിസ്റ്റുകൾ ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തുന്ന അറിവുകളാണ് സോഷ്യോളജി. അപ്പോൾ കോമൺ സെൻസ് സ്വന്തം അനുഭവത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും കിട്ടുന്നതാണെങ്കിൽ സോഷ്യോളജിസ്റ്റുകൾ സമൂഹത്തെക്കുറിച്ച് ശാസ്ത്രീയമായ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷിച്ച് കൊണ്ടുവരുന്ന വിവരങ്ങളാണ് സോഷ്യോളജി എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇതാണ് രണ്ടാമത്തെ വ്യത്യാസം. മൂന്നാമത്തെ വ്യത്യാസം, കോമൺ സെൻസ് പൂർണ്ണമായിട്ടും സത്യസന്ധമോ നിഷ്പക്ഷമോ അല്ല. കോമൺ സെൻസ് പൂർണ്ണമായിട്ടും സത്യസന്ധമല്ല, നിഷ്പക്ഷമല്ല. എന്നാൽ സോഷ്യോളജി വസ്തുനിഷ്ഠതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. സോഷ്യോളജി സത്യസന്ധതക്കും നിഷ്പക്ഷതക്കും പ്രാധാന്യം കൊടുക്കുന്ന സബ്ജക്റ്റാണ്. ഇനി നാലാമത്തെ വ്യത്യാസം, ഒരു സാധാരണക്കാരന് സാമൂഹ്യ ലോകത്തെ നോക്കിക്കാണുന്ന രീതിയെയാണ് നമ്മൾ കോമൺ സെൻസ് എന്ന് പറയാം. ഒരു സാധാരണക്കാരന് സാമൂഹ്യ ലോകത്തെ നോക്കിക്കാണുന്ന രീതിക്കാണ് നമ്മൾ കോമൺ സെൻസ് എന്ന് വിളിക്കുക. എന്നാൽ ഒരു സോഷ്യോളജിസ്റ്റ് സാമൂഹ്യ ലോകത്തെ നോക്കിക്കാണുന്ന രീതിക്കാണ് നമ്മൾ സോഷ്യോളജി എന്ന് വിളിക്കുക. മനസ്സിലായോ? അപ്പോൾ സാധാരണക്കാരന് സമൂഹത്തെ നോക്കിക്കാണുന്നതിനെയാണ് കോമൺ സെൻസ് എന്ന് വിളിക്കുക. എന്നാൽ സോഷ്യോളജിസ്റ്റ് സമൂഹത്തെ നോക്കിക്കാണുന്നതാണ് സോഷ്യോളജി എന്ന് വിളിക്കുക. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ് നമുക്ക് രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് കടക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.